എന്റെ ഈ പിറകിൽ കാണുന്ന ഗ്രൗണ്ട് പള്ളിയിറക്കൽ ഭഗവതി ക്ഷേത്രത്തിന്റേതായ ഗ്രൗണ്ടാണ്. ഇന്നലെ വൈകുന്നേരം വരെ, കൃത്യമായിട്ട് പറഞ്ഞാൽ രാത്രി ഉദ്ദേശം 12 മണി വരെ പള്ളിയിറക്കൽ ഭഗവതി ക്ഷേത്രത്തിന്റെ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഗാനമേള അടക്കം നടന്നിരുന്ന ഒരു സ്ഥലമാണിത്. എന്നാൽ ഇന്ന് രാവിലെ തന്നെ ഈ ഗ്രൗണ്ട് അവർ പ്രദേശത്തുള്ള ഇസ്ലാം മത വിശ്വാസികളുടെ ഈദ്ഗാഹ് നടത്തിപ്പിന് വേണ്ടി വിട്ടുകൊടുത്തു എന്നുള്ളതാണ് വളരെ മനോഹരമായ നമുക്ക് പ്രേക്ഷകരെ അറിയിക്കാനുള്ള ഒരു വാർത്ത. നമ്മൾ വർഷങ്ങളോളായിട്ട് നമ്മുടെ തലമുറകൾ ഇവിടെ ചെയ്തു പോരുന്നതാണ് ഉത്സവം. അപ്പൊ നമുക്ക് അവരൊരു ഭയങ്കര ഭയങ്കര സപ്പോർട്ടിംഗ് ആണ്. ഈ പ്രാവശ്യം നമുക്കൊരു രണ്ടും കൂടി ഒപ്പരം വന്നു. കാരണം നമ്മളത് മാർച്ച് 30 മുതൽ ഏപ്രിൽ 4 വരെയാണ് ഉത്സവം നടക്കാറ്. കാരണം ഇപ്പൊ വളയനാട് അമ്പലം കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശസ്തിയുള്ള ഏറ്റവും കൂടുതൽ ആൾ കൂടുന്ന അമ്പലം ഇതാണ്. നമ്മളത് ഡേറ്റ് മാറുന്നില്ല. അപ്പൊ നമുക്ക് ഈ സമയത്ത് ഇത് വന്ന സമയത്ത് നമ്മൾ അവരോട് പറഞ്ഞ് ബേജാറാണ്ട, ഈദ്ഗാഹ് നടത്താനുള്ള സൗകര്യം ഞങ്ങൾ ചെയ്തു തരും. ഞങ്ങളിത് 10 ദിവസം മുന്നേ മുന്നേ തന്നെ നേരത്തെ ബുക്ക് ചെയ്യണാണ് ഗ്രൗണ്ട്. അപ്പോൾ ഇങ്ങനെ സംഭവം വന്നപ്പോൾ നമ്മൾ അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തു. പിന്നെ ഓലും ഞങ്ങളും കൂടി എന്ന് പറഞ്ഞാൽ എത്രയോ കൊല്ലങ്ങളോളായി ഭയങ്കര സഹകരണത്തിലാണ് എല്ലാ കാര്യത്തിലും. ഉത്സവമായാലും മറ്റുള്ള കാര്യങ്ങളായാലും ബാക്കി എന്ത് പാലിറ്റീവ് ആയാലും എന്തും ഞങ്ങളൊരു സൗഹാർദ്ദത്തിലാണ് ഉണ്ടാക്കുക. അപ്പോൾ കിണാശ്ശേരിന്റെ ഒരു പ്രത്യേകത അതാണ്. ഈ കിണാശ്ശേരിന്റെ കൂട്ടായ്മയാണ് നമ്മൾ ലോകത്തിന് സമർപ്പിക്കുന്നത്, കേരളത്തിനും ഇന്ത്യക്കും അല്ല. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ പല പ്രശ്നങ്ങളുള്ള സമയത്ത് നമ്മൾ കിണാശ്ശേരിനെ സംബന്ധിച്ചതോ കിണാശ്ശേരിനെ നമ്മൾ കൂട്ടിപ്പിടിക്കുക, അതിലൊരു പ്രശ്നങ്ങളില്ലാതിരിക്കുക, അതാണ് നമ്മുടെ ഏറ്റവും വലിയ നമ്മുടെ സന്ദേശം.